in a sweet harmony. യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സാബു സാറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ GNPCയുടെ അജിത്തിനെയും അവിടെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷമുണ്ട്. പിന്നെ പിന്നെ ചന്ദ്രാമി നിവാസികളെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ അധ്യാപകരെ ജോബറ്റ് എന്ന് പറയുന്ന വ്യക്തി ഫാന്റാസ്റ്റിക് പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ലൈഫ്. അങ്ങനെയുള്ള ഒരു ഡൈനാമിക് യങ്സ്റ്ററാണ് ജോബറ്റ്. അപ്പോൾ ജോബറ്റ് ഈസ് 35 years old and during this time, he has traveled to almost 25 countries. European രാജ്യങ്ങളായ സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് വെരി അഡ്വഞ്ചറസ് ട്രിപ്പ് ഫ്രം കന്യാകുമാരി ടു സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഇൻ റഷ്യ. ഒരു വലിയ അഡ്വഞ്ചറസ് ട്രിപ്പാണ്. ഞാൻ യാത്രയെ കാണുന്നത് യാത്ര എപ്പോഴും സമത്വവും സ്വാതന്ത്ര്യവും സഹോദര്യവും അതുപോലെ തന്നെ സമാധാനവും തോന്നുന്ന ഒന്നാണ് യാത്ര എന്ന് പറയുന്നത്. യു ക്യാൻ ലേൺ ലോട്ട് ഓഫ് തിങ്സ് ഔട്ട് ഓഫ് ജേർണി. ഞാൻ തന്നെ 10 രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ടു ബി മെനി ഓഫ് യു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്. ഇങ്ങനെ ധാരാളം ഡൈവേഴ്സിറ്റി നമ്മൾ കാണും യാത്രയിൽ. ഐ വിൽ ഫീൽ ദാറ്റ് യാത്ര എപ്പോഴും എഡ്യൂക്കേറ്റ് എ ലോട്ട്. ഞാൻ പറയുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ നമുക്ക് യാത്രയിൽ കിട്ടുന്നത്. സാധാരണ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ കിട്ടത്തില്ല. സോ ഇഫ് യു ട്രാവൽ അറൗണ്ട് യു ഗെറ്റ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് നോളജ്. അപ്പോൾ ഈ ഗ്രഹം ചെയ്യുന്നത് ഒരു വലിയൊരു യാത്രയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം കന്യാകുമാരി ടു സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ടു റഷ്യ. ഏകദേശം 20,000 കിലോമീറ്റർ യാത്രയാണ്. ഇഫ് യു ഫ്ലൈ ബൈ എയർ ഇറ്റ് വിൽ ടേക്ക് ഓൾമോസ്റ്റ് 20 hours. പക്ഷെ അദ്ദേഹം 55 ദിവസം കൊണ്ടാണ് 8 പേര് ഈ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നത്. ഹി ഈസ് ട്രാവലിംഗ് ഫ്രം ഇന്ത്യ ടു നേപ്പാൾ, നേപ്പാളിൽ നിന്ന് ടിബറ്റ്, ടിബറ്റിൽ നിന്ന് ചൈന, ചൈന ടു റഷ്യ, റഷ്യയുടെ അവസാനത്തെ പോയിന്റായ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് യാത്രയിൽ. കാരണം മഹാത്മാഗാന്ധി സർവകലാശാല റഷ്യയുമായിട്ട് വലിയൊരു കോമ്പറ്റീഷൻ സൈബീരിയയായിട്ട്. അവർ ട്രാൻസ്-സൈബീരിയൻ ഏരിയയാണ് അദ്ദേഹം കൂടുതൽ കവർ. ഏകദേശം more than 11,000 kilometers are in Trans-Siberian area. ഇതിൽ ദുർഘടമായ യാത്രയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ട്രാവലാണ് നടത്തുന്നത്. ഈ സൈബീരിയമായിട്ട് എനിക്ക് വളരെ പ്രോഗ്രസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര എനിക്ക് വളരെ താല്പര്യമുണ്ട്. ഞങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി സമൂഹവും ഞങ്ങളുടെ നാട്ടുകാരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാത്തിലുണ്ട്. ഞങ്ങളെല്ലാം ഗവൺമെൻറ് ഒരു കേസിലാണ്. ഓൾ സക്സസ് ആൻഡ് ഐ റിക്വസ്റ്റ് ഗവൺമെൻറ് ടു ബി സ്ട്രീറ്റ് വിത്ത് എല്ലാം നല്ല കെയർഫുള്ളായി ഡ്രൈവ് ചെയ്യുക. കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോവുക. പല പല സ്ഥലത്തുകളെല്ലാം ഓരോ കണ്ടീഷൻസൊക്കെ മാറും, വെള്ളം മാറും. അവരുടെ ആൾക്കാരുണ്ട്. ഇതെല്ലാം മനസ്സിൽ നല്ലോണം പഠിച്ച് മുന്നോട്ട് നീങ്ങുക. മഹാത്മാഗാന്ധി സർവകലാശാല ഭാഗത്തുനിന്നും എല്ലാ ദേശവിശേഷിക്കും ഓൾ സക്സസ്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ ഫ്ലാഗ് ഓഫ് ഞാൻ യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഡോക്ടർ സാബു സാറ്, പിന്നെ GNPCയിലെ അജിത്ത്, പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ അയലോക്കാരെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി പറയുന്നു. ഞാൻ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞാൽ വണ്ടി പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞാനിപ്പോൾ എല്ലാവരോടുമായിട്ട് ബൈ പറയുകയാണ്. അപ്പം എല്ലാവരും കാപ്പി അറേഞ്ച് ചെയ്യുന്നത് കാപ്പി കുടിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകണം. ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. അപ്പം 55 ദിവസം ഓൺ റോഡിലായതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സഹകരണങ്ങളും ഉണ്ടാകണം. പിന്നെ എനിക്ക് എല്ലാവരോടുമായി പറയാനുള്ളത്, ഒരു സാധാരണ റേഷൻകാരൻ്റെ മകനായിട്ട് ജീവിച്ച് ഇന്ന് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു
10 രൂപ എന്ന് വെച്ചിട്ട് കഴിക്കാൻ തരുന്നതിൽ കൂട്ടി വെച്ച് ടൂർ പോകാൻ തുടങ്ങിയ ഞാൻ. അപ്പോൾ കാശുണ്ടെങ്കിൽ മാത്രമല്ല ടൂർ പോകാൻ പറ്റില്ല, മനസ്സുണ്ടെങ്കിൽ ടൂർ പോകാൻ പറ്റും. അത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ കൂടിയാണ് ഈ യാത്ര. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പ്രൊജക്ട് റൈറ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചാരിറ്റിയുടെ പ്രൊജക്റ്റ്. അത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റൈറ്റ് ടു ട്രാവൽ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഹർത്താലിനൊക്കെ എതിരായിട്ടുള്ള ഒരു ഇതാണ്. കാരണം പാല്, പത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത് ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ വരും തലമുറയ്ക്ക് ഏറ്റവും വേണ്ട വിദ്യാഭ്യാസമാണ്. അത് നേടിയെടുക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെട്ടാൽ, നമ്മുടെ പിള്ളേർക്ക് നമ്മൾ അവസരം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആർക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും? അപ്പം ഇവിടുന്ന് റഷ്യ വരെ എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാമെങ്കിൽ അവനവൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂൾ വരെ ഡ്രൈവ് ചെയ്ത് എന്ത് പ്രതിസന്ധി വന്നാലും എത്തിക്കാൻ മേലെ എന്നുള്ള ചോദ്യം ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ യാത്രയോട് പറഞ്ഞത്. അപ്പം ഫ്ലാഗ് ഓഫിന് മുമ്പായിട്ട് ഫ്ലാഗിൽ ഒരു സിഗ്നേച്ചർ ഇടുവാൻ വേണ്ടി ഞാൻ സാവധാനം പിന്നെ ഐക്യതാൻ കഴിക്കും. Give a big clap to Dominic. And big clap to Ajith also. Ajith, you also, yes. Fantastic. അജിത് തിയേറ്റർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ട്രിപ്പ് ഞാൻ കണ്ടത് ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ്, അല്ലാതെ ഞാനായിട്ട് ആദ്യമേ ഓർഗനൈസ് ചെയ്തതല്ല. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അഡ്വർടൈസ്മെന്റ് വന്ന് ഞാൻ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഈ ഫേസ്ബുക്ക് കൂട്ടായ്മകൾക്ക് ഉണ്ടാകുന്ന ഒരു മുന്നേറ്റമാണ്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഐ തിയേറ്ററെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്തത്. അപ്പം ആ കൂട്ടായ്മ 20 ലക്ഷം മെമ്പേഴ്സ് ഉള്ള GNPC എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അതിന്റെ തുടക്കക്കാരനാണ് ഐ തിയേറ്റർ, അമരക്കാരനാണ്. അപ്പം ഐ തിയേറ്റർ പ്രത്യേകം തന്നെ പറയുന്നത് എത്തിച്ചേർന്നത്. ട്രിവാൻഡ്രത്തിൽ നിന്നാണ് എന്നെ ഇതിനു വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്.